കേരളം വിട്ട് വേറെ ഏത് ഫോറിൻ കൺട്രിയിൽ ജീവിക്കുമ്പോഴും നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ സംസ്കാരവും കലകളും ഒക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ കെനിയയിലെ പിള്ളേര് അതൊരിക്കലും മിസ് ചെയ്യൂല. എല്ലാ വർഷവും നമ്മുടെ കേരള അസോസിയേഷൻ ഓഫ് കെനിയ നമ്മുടെ ടാലന്റും ക്രിയേറ്റിവിറ്റിയും പാഷനും ഒക്കെ പുറത്തെടുക്കാൻ ഒരു വേദിയെങ്കിലും ഒരുക്കിയിരിക്കും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നും. നമ്മുടെ നാട്ടിലെ സ്കൂൾ കലോത്സവങ്ങളും സ്റ്റേജിന് പുറത്ത് നിൽക്കുന്ന പാരന്റ്സും പെർഫോമൻസ് കഴിഞ്ഞ് കിട്ടുന്ന ആ ചെറിയ സന്തോഷങ്ങളും അങ്ങനെയുള്ള ഒരുപാട് നോസ്റ്റാൾജിക് ഫീലിംഗ് ഒരൊറ്റ അടിക്ക് ആ ഓഡിറ്റോറിയത്തിൽ ഇരുന്നപ്പോൾ തിരിച്ചു വന്ന പോലെയായിരുന്നു. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളെ മാത്രമല്ല ഞാൻ കണ്ടതെന്ന്. ഞാൻ കണ്ടത് അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ പരിശ്രമങ്ങളാണ്. നമ്മുടെ സംസ്കാരം അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന ഒരു സമൂഹത്തിനെയാണ്. ഇത് കണ്ടോ, ആ മോളുടെ കൈ ഫ്രാക്ചർ ആയിട്ടും ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് കാത്തിരുന്ന ആ സ്പെഷ്യൽ ഡേ അവള് വിട്ടുകൊടുത്തില്ല. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വേദി അവൾക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഇൻഡോ കെനിയൻ ഡാൻസ് ആണ് കേട്ടോ. കെനിയൻ കുട്ടികൾ നമ്മുടെ പാട്ടുകളിൽ നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്ത് ഡാൻസ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു സ്പെഷ്യൽ ഹാപ്പിനെസ് ആയിരുന്നു. കേക്ക് എപ്പോഴും ലോക്കൽ കമ്മ്യൂണിറ്റിനെ നമ്മുടെ സെലിബ്രേഷനിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നത് വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ ഫാഷൻ ഷോ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഓടുന്ന ഇത്തിരി പോകുന്ന പിള്ളേരെ ഇത്ര നന്നായി കോർഡിനേറ്റ് ചെയ്ത കമ്മിറ്റി മെമ്പേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന എന്നും ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റും കൂടെ കൊടുത്താണ് കേക്ക് അവരെ പറഞ്ഞയച്ചത്. ഈ വർഷത്തെ മാഗസിൻ കമ്മിറ്റിയിൽ ഒരു ഭാഗമാകാൻ പറ്റിയതും ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയായിരുന്നു. പിന്നെയും ഒരുപാട് പേരുടെ കിടിലൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു. വർക്കിനിടയിലും ബിസി ലൈഫിനിടയിലും മറന്നുപോയ അല്ലെങ്കിൽ കുറെ കാലം സ്വന്തം കഴിവുകളൊക്കെ ഒളിച്ചു വെച്ചിരുന്ന കുറെ അധികം കലാകാരന്മാര് ഒരു വേദി കിട്ടാൻ അവസരം കാത്തു നിന്ന പോലെ. ഇവിടെ ജീവിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് കേരളം ഒരു പ്ലേസ് മാത്രമല്ല, ഒരു സ്റ്റോറിയാണ്, ഒരു ഐഡന്റിറ്റിയാണ്. അതവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള വേദികളാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. വർക്ക് കഴിഞ്ഞ് ട്രാഫിക്കും താണ്ടി എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ക്ഷീണമൊക്കെ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് എവിടേക്കോ പോയി. നാട് വിടുന്ന ഒത്തിരി ദൂരെയാണെങ്കിലും നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ കേരളം അത്ര ദൂരത്തൊന്നും അല്ലെന്നേ. അപ്പൊ അത്രയ്ക്കുള്ള കെനിയൻ വിശേഷങ്ങൾ. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.